ഇന്ത്യയിലെ ദേശീയോദ്യാനങ്ങളും അവയിലെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസുകളും അതീവ പ്രാധാന്യമുള്ള പാഠഭാഗങ്ങളാണ്. പ്രകൃതി സംരക്ഷണത്തിനൊപ്പം വംശനാശ ഭീഷണി നേരിടുന്ന ജീവി വർഗ്ഗങ്ങളെക്കുറിച്ചുള്ള അറിവും ഒരു ഉദ്യോഗാർത്ഥിക്ക് അത്യാവശ്യമാണ്. പ്രധാനപ്പെട്ട ചില ദേശീയോദ്യാനങ്ങളെ നമുക്ക് പരിചയപ്പെടാം. ഗിർ ദേശീയോദ്യാനം, ഗുജറാത്ത്. ലോകത്ത് സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ ഏഷ്യൻ സിംഹങ്ങളെ കാണാൻ കഴിയുന്ന ഏക ഇടമാണ് ദഹിങ് പട്കായ്, ആസാം. ഇന്ത്യയിലെ താഴ്ന്ന പ്രദേശങ്ങളിലുള്ള ഏക ഉഷ്ണമേഖല നിത്യഹരിത മഴക്കാടാണിത്. ലോലാൻഡ് ട്രോപ്പിക്കൽ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ്. ഇതിനെ കിഴക്കിന്റെ ആമസോൺ എന്നും വിളിക്കുന്നു. അടുത്തതായി പെൻസ് ദേശീയോദ്യാനം. മധ്യപ്രദേശ് മഹാരാഷ്ട്ര ബോർഡറിലാണ് ഈ നാഷണൽ പാർക്ക്. രുഡ്യാർഡ് കിപ്ലിംഗിന്റെ വിഖ്യാത കൃതിയായ ജംഗിൾ ബുക്കിന് പശ്ചാത്തലമായതും ഈ വനമേഖലയാണ്. 1965 വന്യജീവി സങ്കേതമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ പ്രദേശം 75 ദേശീയോദ്യാനമാവുകയും 92 ഇന്ത്യയിലെ ടൈഗർ റിസർവായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. കൂനോ ദേശീയോദ്യാനം, മധ്യപ്രദേശ്. 2022 ആഫ്രിക്കയിൽ നിന്ന് ചീറ്റകളെ എത്തിച്ചുകൊണ്ട് ലോകത്തിലെ ആദ്യത്തെ ഇന്റർ കോണ്ടിനെന്റൽ വൈൽഡ് ലൈഫ് റീഹാബിലിറ്റേഷൻ പദ്ധതിക്ക് പ്രോജക്ട് ചീറ്റ വേദിയായത്. കാഞ്ചൻജംഗ, സിക്കിം. പ്രകൃതിദത്തവും സാംസ്കാരികവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് യുനെസ്കോയുടെ ആദ്യത്തെ മിക്സ്ഡ് വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് പദവി ലഭിച്ച ഇന്ത്യയിലെ ഏക ഇടം. ചുവന്ന പാണ്ട ആണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. കാസിരംഗ നാഷണൽ പാർക്ക്, അസം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗങ്ങൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. എന്നാൽ വിസ്തീർണത്തിന് ആനുപാതികമായ സാന്ദ്രതയിൽ അസമിലെ തന്നെ പോബിത്തോറ വന്യജീവി സങ്കേതമാണ് മുന്നിൽ നിൽക്കുന്നത്. ദച്ചിഗാം നാഷണൽ പാർക്ക്, ജമ്മു കാശ്മീർ. വംശനാശ ഭീഷണി നേരിടുന്ന കശ്മീരി സ്റ്റാഗ് അഥവാ ഹാങ്ബുൽ മാനുകളുടെ ഏക ആവാസ കേന്ദ്രമാണ് ഈ നാഷണൽ പാർക്ക്. കേബിൾ ലെംജാവോ നാഷണൽ പാർക്ക്, മണിപ്പൂർ. ലോകത്തിലെ ഏക ഒഴുകുന്ന ദേശീയോദ്യാനം. ഇവിടുത്തെ ഫ്ലാഗ്ഷിപ്പ് സ്പീഷീസ് വംശനാശ ഭീഷണി നേരിടുന്ന സാങ്കായ് മാനുകളാണ്. അടുത്തതായി സൈലന്റ് വാലി നാഷണൽ പാർക്ക്, കേരളം. പശ്ചിമഘട്ടത്തിലെ ഈ നിത്യഹരിത വനം സിംഹവാലൻ കുരങ്ങുകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ്. രാജസ്ഥാനിലെ രന്തംബോർ ദേശീയോദ്യാനം ബംഗാൾ കടുവകൾക്ക് പേരുകേട്ടതാണ്. അതേപോലെ തന്നെ കേരളത്തിലെ ഇരവികുളം ദേശീയോദ്യാനം വംശനാശ ഭീഷണി നേരിടുന്ന വരയാടുകളുടെ അഥവാ നീലഗിരി താറുകളുടെ പ്രധാന ആവാസ കേന്ദ്രമാണ്. രാജസ്ഥാനിലെ തന്നെ ഡെസേർട്ട് നാഷണൽ പാർക്ക് അതീവ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് പക്ഷികൾക്ക് സംരക്ഷണം ഒരുക്കും. ടൈഗർ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ക്ലൗഡഡ് ലെപ്പേർഡ് എന്നീ 4 പ്രധാന വലിയ പൂച്ചവർഗ്ഗങ്ങളെയും ഒരേപോലെ കാണാൻ കഴിയുന്ന ലോകത്തിലെ ഏക ദേശീയോദ്യാനമാണ് നാംദഫ. ഈ പാർക്കിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വംശനാശ ഭീഷണി നേരിടുന്ന നാംദഫ ഫ്ലൈയിങ് സ്ക്വിഡ്. സോ ഇതുപോലുള്ള മോർ സച്ച് ഹൈ യീൽഡിംഗ് ഫാക്ട്സിനായിട്ട് നിങ്ങളുടെ ഡിഗ്രി ഫിലിംസിന് മുന്നോടിയായിട്ട് KS മെന്റർ എന്തായാലും ട്യൂൺ ചെയ്ത് നിൽക്കുക. ഹാപ്പി ലേണിംഗ്.